അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ഇനി 2 നാൾ കൂടി മാത്രം. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വൈകിട്ട് അയോധ്യയിലെത്തും. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്നു മുതൽ അയോധ്യയിൽ ക്യാമ്പ് ചെയ്യും. പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി രാമവിഗ്രഹത്തിൽ നടത്തുന്ന അഭിഷേകങ്ങൾ ഇന്നും തുടരും. ഇന്നലെ രാത്രി മുതൽ അയോധ്യയിലേക്ക് പൊതുജനങ്ങളെ കടത്തിവിടുന്നില്ല. കർശന സുരക്ഷാ ക്രമീകരണങ്ങളാണ് അയോധ്യയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ബി ബാലഗോപാൽ ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ബാലഗോപാൽ. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും അവസാന ഘട്ടത്തിലേക്കാണ്. നമ്മുടെ ടീമെല്ലാം അവിടെ സജ്ജമാണല്ലോ അല്ലെ? എല്ലാവരും ചെന്നപാടെ കണ്ട കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് പ്രേക്ഷകർക്കായി ഒന്ന് പങ്കുവയ്ക്കാമോ? ഗുഡ് മോർണിംഗ്. തീർച്ചയായും നമ്മുടെ മാതൃഭൂമി സംഘം അയോധ്യയിൽ പൂർണ്ണമായും സജ്ജമാണ്. 2 ടീമാണ് നമുക്കിവിടെ ഈ മാതൃഭൂമിക്കായി ഈ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനായി ഉള്ളത്. ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ, അവസാനവട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ഇന്നു മുതൽ ഈ അയോധ്യയിലെ രാമക്ഷേത്രത്തിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചിട്ടില്ല. അയോധ്യയിലേക്ക് തന്നെ പൊതുജനങ്ങൾക്കുള്ള പ്രവേശനം തടഞ്ഞിരിക്കുകയാണ്. പക്ഷേ നിരവധി പേർ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ഇവിടെ എത്തിയിട്ടുള്ളവർ ഇപ്പോഴും ഈ അയോധ്യയിലെ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അവരെ ഒന്നും ഈ ക്ഷേത്രത്തിലേക്ക് കടത്തിവിടുന്നില്ല. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. നിരവധി പേർ രാവിലെ തന്നെ ഈ രാംലല്ല വിഗ്രഹത്തെ തൊഴുന്നതിനായി ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. പക്ഷേ അവർക്ക് ആരെയും തന്നെ ഈ പോലീസ് ഈ പ്രദേശത്തേക്ക്, അതായത് ഈ ക്ഷേത്രത്തിൻ്റെ സമീപത്തേക്ക് കടത്തിവിടുന്നില്ല. ഏതാണ്ട് ക്ഷേത്രത്തിൻ്റെ 100 മീറ്റർ അകലെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് വരെ നമുക്ക് മാധ്യമങ്ങൾക്കുൾപ്പെടെ കടന്നു പോകാൻ, അല്ലെങ്കിൽ അവർക്ക് പോകാൻ വേണ്ടി അനുവദിച്ചിരുന്നു. പക്ഷേ ഇന്ന് ബാരിക്കേഡുകൾ ഉയർത്തി മാധ്യമങ്ങളെ ഉൾപ്പെടെ ഈ 100 മീറ്ററിന് ഇപ്പുറത്ത് വെച്ച് തടയുകയാണ്. ഒരാളെയും ഈ ക്ഷേത്രത്തിലേക്ക് ഇപ്പോൾ കടത്തിവിടുന്നില്ല. പക്ഷേ പൊതുജനങ്ങൾക്ക് പ്രവേശനം ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ക്ഷേത്രത്തിൽ നടക്കുന്ന മറ്റു പൂജാ കർമ്മങ്ങളൊക്കെ അതുപോലെ തന്നെ തുടരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ പുതിയ ക്ഷേത്രത്തിലെ ഗർഭഗൃഹത്തിൽ സ്ഥാപിച്ച ഈ വിഗ്രഹത്തിലെ അഭിഷേകങ്ങൾ ഇന്നും തുടരുന്നതായിരിക്കും. മെനിഞ്ഞാന്നായിരുന്നു ഈ അഭിഷേകങ്ങളും പൂജകളും ആരംഭിച്ചിരുന്നത്. അത് ഇന്നും തുടരുന്നതായിരിക്കും. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് പങ്കെടുക്കുന്നതിനുള്ള അതിഥികൾ ഇന്നു മുതൽ അയോധ്യയിൽ എത്തിച്ചേരുന്നതായിരിക്കും. ഏതാണ്ട് 7000-ഓളം പേരെയാണ് ഇതിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. ചില ചാർട്ടേഡ് വിമാനങ്ങൾ ഇന്ന് തന്നെ അയോധ്യയിൽ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്ന് ഉച്ചയോടുകൂടി അയോധ്യയിൽ എത്തുന്നതായിരിക്കും. തുടർന്ന് അദ്ദേഹം ഇവിടെ ക്യാമ്പ് ചെയ്ത് ഈ വിശിഷ്ട വ്യക്തികളെ മറ്റും സ്വീകരിക്കുന്നതിനായി അയോധ്യയിൽ അടുത്ത 3 ദിവസം ക്യാമ്പ് ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യം നിശ്ചയിച്ചിരുന്നത് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന 22-ന് അയോധ്യയിൽ എത്തുമെന്നായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പരിപാടിയിൽ ഇപ്പോൾ മാറ്റം വരുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നാളെ വൈകിട്ട് ഈ അയോധ്യയിൽ എത്തുന്നതായിരിക്കും. തുടർന്ന് മറ്റന്നാൾ രാവിലെ മുതൽ അദ്ദേഹം ഈ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ പങ്കെടുക്കുമെന്നാണ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. സമീപകാലത്തൊന്നും കാണാത്ത അത്രയും വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് അയോധ്യയിൽ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ത്രിതല സുരക്ഷാ സംവിധാനം, അതായത് ഉത്തർപ്രദേശ് പോലീസിൻ്റെ സ്പെഷ്യൽ സെക്യൂരിറ്റി ഫോഴ്സ്, അതുപോലെ തന്നെ CRPF, PAC, ഉത്തർപ്രദേശ് സിവിൽ പോലീസ്, അങ്ങനെ 3 തലങ്ങളിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഇന്നലെ പുറത്തു വന്നു. 1990-കൾ മുതൽ, അതായത് ഈ ബാബറി മസ്ജിദിന് പൊളിക്കപ്പെട്ടതിന് ശേഷം ഈ അയോധ്യയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ, രാംലല്ല വിഗ്രഹത്തിൻ്റെ സുരക്ഷാ ചുമതല CRPF-നായിരുന്നു. അതേ CRPF-ന് തന്നെയായിരിക്കും പുതിയ ക്ഷേത്രത്തിലെയും ഈ ഗർഭഗൃഹത്തിൻ്റെ, അതായത് ശ്രീകോവിലിൻ്റെ സുരക്ഷാ ചുമതല എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനുശേഷം, അതായത് ആ കോറിഡോറിന് പുറത്തുള്ള റെഡ് സോൺ, അതായത് ഈ ശ്രീകോവിലിന് പുറത്തുള്ള ഭാഗത്തേക്കുള്ള റെഡ് സോണിൻ്റെ ചുമതല ഉത്തർപ്രദേശ് പോലീസിൻ്റെ സ്പെഷ്യൽ സെക്യൂരിറ്റി ഫോഴ്സിനാണ് നൽകിയിരിക്കുന്നത്. NSG കമാൻഡോകൾ ട്രെയിൻ ചെയ്ത 100-ലധികം വരുന്ന സ്പെഷ്യൽ സെക്യൂരിറ്റി ഫോഴ്സിലെ കമാൻഡോകളായിരിക്കും ഈ ക്ഷേത്രത്തിലെ റെഡ് സോണിൽ ഉണ്ടായിരിക്കും. അവർക്കൊപ്പം തന്നെ ഉത്തർപ്രദേശ് പോലീസിൻ്റെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരും PAC-യും സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 1400-ഓളം പേരായിരിക്കും ഈ ക്ഷേത്രത്തിൻ്റെ റെഡ് സോണിലുള്ളത്. അതിന് പുറത്തുള്ള യെല്ലോ സോണിൽ ഉൾപ്പെടെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കുവാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ രാംപത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്ഷേത്രത്തിന് 100 മീറ്റർ ഇപ്പുറത്തുള്ള രാംപത്തിലാണുള്ളത്. ഇതാണ് ഏറ്റവും വലിയ, അതായത് ഈ അയോധ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് ഈ റോഡ്. ഇന്നലെയൊക്കെ ഈ പ്രദേശത്ത് വലിയ തിരക്കായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് നമുക്ക് കാണാം വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഉള്ളത്. കാരണം അയോധ്യയിലേക്ക് ഇപ്പോൾ പുറത്തു നിന്നുള്ള ആരെയും
കൃത്യമായ ഇൻവിറ്റേഷനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രേഖകളോ ഒന്നുമില്ലാത്ത ആരെയും അയോധ്യയിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. നേരത്തെ അയോധ്യയിൽ എത്തിയവർ മാത്രമാണ് ഇപ്പോൾ ഈ അയോധ്യയിലുള്ളത്. അവരാണ് ഇപ്പോൾ രാവിലെ നമ്മൾ ഈ ദൃശ്യങ്ങളിലൊക്കെ കണ്ടതുപോലെ തന്നെ രാംലല്ല വിഗ്രഹത്തിനെ കാണുന്നതിനും തൊഴുന്നതിനുമായി ഇവിടേക്ക് എത്തിച്ചേരുന്നത്. പക്ഷേ അവരെ ആരെയും ഇന്ന് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. അവിടെ പൂജാതി കർമ്മങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ശരി ബാലഗോപാൽ.